ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കുറേ ദിവസത്തെ എന്താ പറയുക, പനിയും ജലദോഷവും തൊട്ട് എന്തൊക്കെയായിരുന്നു ഒന്നും പറയണ്ട. ഇടിയും മഴയും മിന്നലും ഒക്കെ ആയിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഡോക്ടറുടെ എന്താ പറയുക എഫിഷ്യൻസിയും കൊണ്ട് വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ ജിപ്സ ബീഗം ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ദൈവത്തിന് വളരെ ഒരുപാട് നന്ദി. തീയിൽ കുരുത്തതല്ലേ, വെയിലത്തൊക്കെ അങ്ങനെ അങ്ങ് വാടോ? അല്ലെങ്കിൽ വാടാൻ പാടുണ്ടോ? വാടാൻ പാടില്ല. ആഹാ, ഷർട്ടൊക്കെ 2 പേർക്ക് കയറി പോകാൻ പറ്റുന്ന ലെവലിലോട്ടായി. അതിലൊന്നും കാര്യമില്ല കേട്ടോ. ഇതൊക്കെ എത്ര കണ്ടതാ. ഇതൊക്കെ ഷൂ എന്ന് പറഞ്ഞ് കയറി വരുമെന്ന് അതിൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. എല്ലാത്തിലും ഉപരി ഏറ്റവും വലിയ നന്ദി നിങ്ങളോടാട്ടോ. കാരണം എന്നെ ഓരോ മിനിറ്റും എൻഗേജ്ഡ് ആക്കി വെച്ച് എൻ്റെ മനസ്സിനെ വേറെ ഒരു തരത്തിലും ഒരു ടെൻഷനും ബാധിക്കാത്ത തരത്തിൽ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടും എന്താ പറയുക കമൻറ്റിൽ കൂടിയും ഒക്കെ എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചും എൻ്റെ മൈൻഡിനെ അതുപോലെ പിടിച്ചു നിർത്തിയ നിങ്ങൾക്കാണ് ഏറ്റവും വലിയ നന്ദി. അപ്പോൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല. നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടെ എത്തി. പക്ഷേ ഒരു രക്ഷയില്ല. ഒരു സ്ഥലത്തും കാർ പാർക്കിംഗ് ഇല്ല. ഗ്രാൻഡ് പ്രോഗ്രാമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. മനസ്സിങ്ങനെ എന്താ പറയുക ഇങ്ങനെ, പക്ഷെ മറന്ന് സന്തോഷിക്കാൻ മാത്രം പറ്റുന്നില്ല. അത്രയേ ഉള്ളൂ. ഇന്നെൻ്റെ ജീവിതത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഭയങ്കര ഇമോഷണലും ആയിട്ടുള്ള ഒരു ദിവസവും കൂടിയാണ്. ഇത്രയും സന്തോഷം എന്താണെന്നല്ലേ, ഇന്ന് നമ്മളുടെ ഏവിയേഷൻ കോളേജിൻ്റെ ഇവാലുവേറ്റ് സെറമണി IMA ഹൗസിൽ വെച്ച് വളരെ ഗ്രാൻഡായിട്ട് നടക്കുക കേട്ടോ. ഹോണസ്റ്റ്ലി ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഇന്നിവിടെ ഈ സ്റ്റേജിൽ കേഡറ്റ്സ് ഓരോരുത്തരായിട്ട് അവരുടെ ഇവാലുവേറ്റ്സ് റിസീവ് ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷം മാത്രമല്ല, കണ്ണീരും കൂടി ഉണ്ടായിരുന്നു. അത് സന്തോഷത്തിൻ്റെ മാത്രമല്ല, വിഷമത്തിൻ്റെയും കൂടിയായിരുന്നു. പിന്നെ മനസ്സിൽ ചെറിയൊരു ഇമോഷണൽ ഫീലിങ്സും കൂടി ഉണ്ടായിരുന്നു. ഈ യൂണിഫോം ഇട്ട ഇവരെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അവരുടെ പാരൻസുമായിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ പൊന്നൂട്ടിയായിട്ടും. That sky is not the limit, but the beginning of endless possibilities. Hi, I'm Idrisin Prasad. Welcome address. Ladies and gentlemen, please join me in giving Venugopal sir a warm round of applause as he comes forward to the podium. Actually, it's a warm good morning today. Right? Unlike the last few days, we've been having continuous spells of rain. The sun has peeped out today between these clouds. A warm good morning to all of you once again. It celebrates the aspirations, the excellence, and the exciting future which aviation offers. Our theme today is where. Next, I invite Captain Abdul Nazar. Director Mr. Shaiju, Strategy and Global Collaboration Director Mr. Anil George, now I invite Captain Sachin, Vulcan Aviation and Academy. Venugopal sir. Ladies and gentlemen, I kindly request our 2 other special guests also to come to the stage and lighten us. Thank you, sir. Mr. Deepu Nair, Fly Dubai's airport manager, and Mr. Reggie Thomas of our ex-Fly. Thank you, sir. Please give a big round of applause for all the guests who are on stage. ഇന്ന് എൻ്റെ കോളേജായ അർബെക്സ് പൈലറ്റ് ട്രെയിനിങ് അക്കാദമിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഏവിയേഷനെ ഒരു കരിയറായിട്ട് സ്വപ്നം കാണുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും ക്വാളിറ്റി ഗ്രൗണ്ട് ട്രെയിനിങ്ങും ഡിസിപ്ലിനും പ്രൊഫഷണലിസത്തിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അക്കാദമി കൂടിയാണിത്. ഒരു പൈലറ്റ് ആവാനുള്ള എൻ്റെ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ ഒരു ചുവടുവയ്പ്പും കൂടിയാണ്. ഈ അക്കാദമിയിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞതിൽ സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷവും പ്രൗഡും ഉണ്ട്. കാരണം വർഷങ്ങളായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു ഡെഡിക്കേഷൻ്റെയൊക്കെ ഫലം കൂടിയാണിത്. അത് അത്രയും നല്ലൊരു സ്ഥലത്താകണമെന്നും എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. Thank you, distinguished dignitaries, for inaugurating today's event through auspicious ceremony.
May the light kindled here today inspire knowledge, innovation, collaboration, and success. Once again, let us express our heartfelt appreciation with a big round of applause for our esteemed guest. With the ceremonial lighting of the lamp, we now come to one of the most anticipated moments of today's occasion, the inaugural address. It's a privilege to hear from our used to inspire excellence, prosperity. It is my distinct honor to invite our esteemed chief guest, Assistant Collector at Ernakulam IAS, Mr. Ritvik Rajan, to deliver the inaugural address. Ladies and gentlemen, please join me in extending a warm and enthusiastic round of applause as we welcome our honorable guest. This is going to start and open up many new global world-class opportunities in the aviation sector for our young talents here. I also congratulate all the more than 40 students, as I believe, who are to get their epaulets today here, and those who have cleared their DGCA examination. Friends, this stripes that you are getting today, this reflects your unwavering commitment to public safety and public service, and also your continuous and countless hours of dedication, hard work, and discipline. I think most of us present here, even if we are not in the aviation sector or in the Air Force industry, once wish to be a pilot or work in the aviation sector. But it's only the few of you who got this opportunity to convert this dream into a reality. And now many of from all form of drugs and intoxicating substances. I will respect my health, my family, and my community by making responsible choices. I will never encourage against the use and distribution of illegal drugs and will Before the ceremony earlier, so it is a most important and inspiring moment for our aspiring pilots who are present here. So the epaulets symbolize discipline, responsibility, leadership, and a commitment to the noble profession of aviation. So with immense respect and gratitude, I cordially invite our collector to come to the dais to kindly come forward and honor our aspiring pilots by presenting the epaulets for them. Please welcome sir to the dais. Thank you. Morning everyone. Fabulous to see this wonderful crowd which belongs to the future aviation. I know our respected Assistant District Collector has left the arena. Last year also I was a part of your function, so it's nothing new. So aviation, the first concern, many of you. Thank you so much, Mr. Chairman. To honor them with wearing the epaulets. Please give a big round of applause. Kindly give a big round of applause, please. ശരിക്കും ഞാനും ആ സ്റ്റേജിൽ ഒരു കേഡറ്റായിട്ട് പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ജീവിതം ചിലപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത വഴിയിലൂടെ പോകാറില്ലല്ലേ. കഴിഞ്ഞ മാസം എനിക്ക് മനസ്സിന് താങ്ങാൻ പറ്റാത്ത ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ കൂടിയും അത് കാരണമുണ്ടായ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ജൂലൈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ആ സ്റ്റേജിൽ നിൽക്കാൻ കഴിയാതിരുന്നത്. എനിക്കുണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര നഷ്ടം തന്നെയാണ്. ആ വിഷമം തീർക്കാൻ ഞാൻ പോയി ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ ജസ്റ്റ് ഒരു സ്നാക്സൊക്കെ എടുത്ത് കഴിച്ച് ഇങ്ങനെ നിന്നു. അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല ഇന്നിപ്പോൾ. ഇന്നത്തെ ഈ സെറിമണിയിൽ സ്റ്റേജിൽ കയറാനും ഇവാലുവേറ്റ് റിസീവ് ചെയ്യാനും പറ്റാത്തത് ഈ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെടുത്തിയ ആരാണോ അവരോട് ദൈവം തന്നെ പൊറുക്കട്ടെ.
ജീവിതം എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമുണ്ട്. എല്ലാവരുടെയും യാത്ര ഒരേ സമയത്ത് ആരംഭിക്കണമെന്നില്ല. ചിലർ നേരത്തെ എത്തും, ചിലർ കുറച്ച് വൈകിയായിരിക്കും. എന്നാൽ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ആത്മവിശ്വാസത്തോടെ തുടർന്നാൽ വിജയം ഉറപ്പ് തന്നെയായിരിക്കും. What started out as a vision between Vulcan and Urbex has turned into a complete Bollywood movie. It is our first time in India, and what an experience it has been. We travelled having one vision in mind and completely fell in love with the place. We've seen all into the best industry in the world. It opens up the doors to an international lifestyle. The perks, the glam, the opportunities. You have to stay focused, and we want a specific level of airmanship that has to carve its way forward in this industry. We are always committed in upskilling ourselves because we take challenges, we welcome the challenges. We try to innovate as much as we can. We think complacency is not a place. We have to move forward. My heart forever, because we are complete strangers to the land and we were helped at every opportunity, and trust me, it was exactly like a Bollywood movie. We hope you enjoyed the presentation. We tried to do a bit of a fusion mix, and we included some fun songs in it as well. So enjoy. Thank you. Thank you very much, ma'am, for your inspiring and insightful address. Your words have highlighted the importance of international. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷൻ കണ്ട സമയത്ത് എൻ്റെ സ്വപ്നം ശരിക്കും കുറച്ചുകൂടി ശക്തമായി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം പൈലറ്റിൻ്റെ യൂണിഫോമിൽ എൻ്റെ സ്വന്തം ഇപ്പാലുവേറ്റ് സെറമണിയിൽ അഭിമാനത്തോടു കൂടി ആ സ്റ്റേജിലൂടെ നടക്കുന്നത് ഞാനൊന്ന് മനസ്സിൽ കണ്ടു. ആ ദിവസത്തിനായിട്ട് ഞാൻ ഓരോ ദിവസവും ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ഞാൻ നന്നായിട്ട് പഠിക്കും. ഒരിക്കലും ഇനി എന്ത് വന്നാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ലൈഫ്. ഏതൊക്കെ പ്രതിസന്ധികളും എങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിന്നിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ല, കാരണം എനിക്ക് ഇത്രയും വർഷങ്ങളോളം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കൊരു വൻ ശക്തി തന്നെ എൻ്റെ കൂടെ ഉണ്ട്. ഓരോരുത്തരും പറയുന്ന നന്മയുള്ള വാക്കുകളും തരുന്ന പിന്തുണയൊക്കെ അതൊക്കെ എൻ്റെ മനസ്സിനെ, കാരണം ഒറ്റയ്ക്ക് നിന്ന് ഞാൻ ഇവിടം വരെ നേടിയെങ്കിൽ ഇപ്പം നിങ്ങളൊക്കെ എനിക്ക് ചുറ്റിനും ഇത്രയും സപ്പോർട്ടോടു കൂടി നിൽക്കുമ്പോൾ എനിക്കറിയാം ഇനി എനിക്ക് ഒരു സ്ഥലത്തും തളരാനോ തകർന്നു പോകാനോ കഴിയില്ല എന്നുള്ളത്. പിന്നെ ദൈവാനുഗ്രഹം അതേറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ദൈവം എന്നുള്ളൊരു ശക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങും എത്തില്ലായിരുന്നു. ഇവിടെ വരെ എത്തില്ലായിരുന്നു എന്നല്ല, ഞാൻ എങ്ങും എത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഈ ലോകത്ത് തന്നെ ഉണ്ടായിന്ന് വരില്ലായിരുന്നു. കാരണം ഞാൻ അനുഭവിച്ച വേദനകളും യാതനകളും അത്രയും വലുതായിരുന്നു. അർബെക്സ് കോളേജ് ഓഫ് ഏവിയേഷൻ അക്കാദമി രാജീവ് ഗാന്ധി നാഷണൽ ഏവിയേഷൻ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കൂടിയാണ്. കൂടാതെ AICTE അപ്രൂവ്ഡും ഉണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള റെക്കഗ്നൈസ്ഡുമാണ്. അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ കൂടിയാണ്. ഇത് അഡ്വക്കേറ്റ് സിനോല നായിഡു ഹനുമാൻ, പുള്ളിക്കാരി CEO ഓഫ് ഓൾക്കാനോ ഏവിയേഷൻ അക്കാദമി സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. അർബെക്സ് കോളേജ് ഓഫ് ഏവിയേഷൻ അക്കാദമിയിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ട് തിയറി കഴിഞ്ഞാൽ DGCയുടെ എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഓൾക്കാനോ ഏവിയേഷൻ ഫ്ലൈയിങ് അക്കാദമിയിൽ നിന്നാണ് നമുക്ക് ഫ്ലൈയിങ് ട്രെയിനിങ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വേണമെങ്കിലും ഇന്ത്യയിൽ നിന്ന് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ്. പൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തത് ആ സമയം കൊണ്ട്. ഇന്നത്തെ ഈ സെറമണിയിൽ സ്റ്റേജിൽ കയറാനോ ഇപ്പാലുവേറ്റ് റിസീവ് ചെയ്യാനോ ഒന്നും എനിക്ക് ചാൻസ് കിട്ടിയില്ല. ബട്ട് യു നോ വാട്ട്, ഐ ഡിഡൻറ്റ് ഫീൽ ഡിസപ്പോയിൻറ്റഡ്. ഇൻസ്റ്റെഡ് ഐ ഫെൽറ്റ് ഇൻസ്പയർഡ്. കാരണം ഞാൻ കണ്ട ഓരോ കേഡറ്റിൻ്റെയും സക്സസ് എന്നോടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. യുവർ ടൈം ഈസ് കമ്മിങ്, ലൈഫ് ഈസ് നോട്ട് എ റൈസ്, എവരി വൺ ഹാസ് എ ഡിഫറെൻറ്റ് timeline. Sometimes a small delay is actually preparing us for a bigger destination. ഇന്ന് ഓഡിറ്റോറിയത്തിൽ ഇരുന്നുകൊണ്ട് ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇമാജിൻ ചെയ്തു. One day I will walk into that same stage wearing my uniform with confidence and receive my own evaluate. That day will be one of the proudest moments of my life. Dreams don't come true overnight.
They need dedication, discipline, consistency, and a lot of hard work. I am ready for all of it. From today onwards, every class, every lesson, every exam, every challenge will take me one step closer to my cockpit. I know the journey won't be easy. There will be pressure, there will be sacrifices, there will be difficult days. But every takeoff begins with preparation, and this is my preparation phase. Congratulations to all the cadets who received their evaluates today. You truly deserve this achievement. Watching you today motivated me even more. Very soon, it will be my turn. And when that moment comes, I'll remember this day with a smile because today reminded me that dreams are worth waiting for. Thank you to my instructors, my college, my family, and everyone who believes me. This is just the beginning. The journey has started. See you all in the cockpit very soon. Captain Jipsa Begum Sadaf loading. Thank you. Good night. Sweet dreams. Bye.